ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ, പ്രത്യേകിച്ചും സാമ്പത്തികത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമല്ല, ക്രെഡിറ്റ് കാർഡ്. ശരിക്കും നമ്മളെ കൊതിപ്പിച്ച്, നമ്മളെ കൊണ്ട് അവസാനം എടുപ്പിച്ച്, പിന്നെ നമ്മളെ ചതിക്കുന്ന ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ് ഇൻകമുള്ള ആൾക്കാർ. അതാവാം നല്ല സാമ്പത്തികമുള്ള വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തു വരാൻ സാധ്യതയുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് പറ്റും. പക്ഷേ സ്ഥിരമായിട്ട് ഒരു ആവറേജ്, ഒരു മിഡിൽ ക്ലാസ് ഇൻകം മാത്രമുള്ള ഒരാൾക്ക് അതെങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യമേ ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും പണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവരിങ്ങനെ ആ കാർഡ് വെച്ച് സാധനങ്ങൾ വാങ്ങുന്നു, അത്യാവശ്യ ഘട്ടങ്ങളിൽ പണമടയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, കൊള്ളാം, ഈ കാർഡുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. പക്ഷേ നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോഴോ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴോ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു, നമുക്ക് അത് നേടാനുള്ള യോഗ്യതയില്ല, അത്ര യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ഗെറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്മാറും. പിന്നീട് ഒരു സാഹചര്യത്തിൽ നമ്മളെ തന്നെ ബാങ്ക് വിളിച്ച് പറയുന്നു, ഇപ്പം നിങ്ങൾ യോഗ്യരാണ്, ക്രെഡിറ്റ് കാർഡ്, നമുക്ക് സന്തോഷമായി, ക്രെഡിറ്റ് കാർഡ് കിട്ടി. നമ്മളത് കിട്ടി. നമ്മൾ പലരും നമുക്ക് വാർണിംഗ് തരും, ഇത് അത്യാവശ്യത്തിനല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത്, കൂടുതൽ ഉപയോഗിക്കരുത്, അലക്ഷ്യമായി ഉപയോഗിക്കരുത്, ആർഭാടം ആക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നൊക്കെ. അപ്പം നമ്മളത് സൂക്ഷിച്ച് വെക്കും, തൊടാതെ, ഒരു കാര്യത്തിന് ഉപയോഗിക്കാതെ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, കൊള്ളാം, രസമുണ്ട്. പിന്നെ അത് നമ്മൾ വരുമാനം വരുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. പിന്നെ അത് ഒരു പതുക്കെ അത് കൂടി വരുന്നു, അതിൻ്റെ ഉപയോഗം. പിന്നെ പതുക്കെ ഒരു ശീലമാകുന്നു. പിന്നെ അത് നമ്മൾ ഇത്തിരി പ്രയാസപ്പെട്ടാണെങ്കിലും തിരിച്ചടക്കുകയൊക്കെ ചെയ്യുന്ന അവസാനം അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും നമ്മളത് ഉപയോഗിച്ച് നമുക്ക് പല സന്ദർഭങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നീട് നമ്മളത് അങ്ങോട്ട് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഇത്തിരി മുഷിഞ്ഞ അല്ലെങ്കിൽ കീറിപ്പറഞ്ഞ തുണികൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ടുകളാണെങ്കിലും പാൻറ്റുകളാണെങ്കിലും മാറ്റി ഇത്തിരി മാന്യമായിട്ടൊക്കെ നടക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച്, ഒരുപാടല്ലെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രമെങ്കിലും നമ്മളതൊക്കെ വാങ്ങി നമ്മൾ അതുപയോഗിക്കും. പിന്നെ നമ്മളൊരു ഘട്ടം എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ലിമിറ്റ് കഴിയാറായി. ഇപ്പം 1,00,000 വരെയാണ് ലിമിറ്റെങ്കിൽ അവിടെ എത്തി. പിന്നെ നമുക്കത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിനി എങ്ങനെ തിരിച്ചടയ്ക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ സ്റ്റേജിലെത്തുക. അപ്പം നമ്മളത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല, അത്രയും തുക ഉള്ളപ്പോൾ കണ്ടമാനം പലിശയായി നമ്മളുടെ വരുമാനത്തിൽ നിന്നും പോകുന്നു. ഒരു നിലയില്ലാത്ത വെള്ളത്തിലേക്ക് നമ്മൾ പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കടം, അത് കാരണം ഉണ്ടാകുന്നൊരു കടം. പിന്നെ അത് എങ്ങനെ തിരിച്ചടയ്ക്കും? എന്തെങ്കിലും നമുക്ക് ലാൻഡോ സ്വർണമോ ഒക്കെ ഉണ്ടെങ്കിൽ പലതും അപ്പോഴത്തേക്കിനൊക്കെ പണയത്തിലും ഒക്കെ ആയിരിക്കും. അത് വെച്ചിട്ട് വേണം നമ്മളതിനെ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ള രീതിയിൽ. അപ്പം 4 വശത്തും നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നും പാപ്പരായി ഒരു നയാ പൈസ എടുക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക്, നമ്മൾ ഒരു പർച്ചേസിന് പോയിട്ട് ഒരു എക്സ്ട്രാ ചായ കുടിക്കാൻ പോലും നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് മിഡിൽ ക്ലാസ് ഇൻകം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളുണ്ടാകാം, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് നമ്മളത് സോൾവ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അതിഭീകര ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അതുകൊണ്ട് മിഡിൽ ക്ലാസ് ഇൻകം ആണെങ്കിൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. നിങ്ങൾ ഇപ്പോഴുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ തുക അല്ലെങ്കിൽ ലിമിറ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടച്ചതിന് ശേഷം അത് പൊട്ടിച്ച് കളയുക എന്നുള്ളതാണ്. അതുപയോഗിക്കരുത്, ദയവ് ചെയ്ത്. നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്നും അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാർഡാണ്. നമ്മളെ വെറും പാപ്പരാക്കി ഒരു നയാ പൈസ നമ്മുടെ കയ്യിലില്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കുന്ന ഒരു കാർഡാണ് ഈ ക്രെഡിറ്റ് കാർഡ്.
അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഉപയോഗിക്കാം. പക്ഷേ ദയവ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. മിഡിൽ ക്ലാസ് ഇൻകമുള്ള സ്ഥിര വരുമാനം ആയിട്ടുള്ള ആൾക്കാരത് ഉപയോഗിക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പഠിച്ച പാഠത്തിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സന്തോഷം. അപ്പം വീണ്ടും അടുത്ത പഠിച്ച പാഠവുമായിട്ട് എത്താം. ഇത്രയും കണ്ടതിന് നന്ദി. താങ്ക് യു.